ഹൈ ഫ്രണ്ട്സ് ടൂരട്ടപ്പാ നമ്മളെ പ്രിയനെ കണ്ട ജങ്കു കണ്ടു കഥയിടാൻ യഥാർത്ഥ നോക്കൊരു കാത്ത് പറക്കുന്നു വെച്ച് തിരിഞ്ഞു നോക്കും അല്ല ജങ്കുക്ക് പ്രിയനെ മൊത്തത്തിൽ നോക്കി ഫ്ലാറ്റായി വ്യൂ നോക്കായിരുന്നു. ഇവനിക്ക് എന്ത് പറ്റി? ഇവനല്ലേ ഇപ്പം ഇത്ര നേരമാക്കിയ ജിമ്മിന് നോക്കായിരുന്നു. ഇവനിക്ക് എന്താ ഡാറ്റി? അത് ജങ്കുക്ക് ഫ്ലാറ്റായിരുന്നു. ജങ്കുക്ക് മാം എന്ന് പറയായിരുന്നു. ആ എന്ത് പറ്റി? പേരെന്തല്ലേ? ജിയാൻ ചോക്കോ മാം എന്നെ കുക്കിന്ന് വിളിച്ചോന്ന് പറയായിരുന്നു. പ്രിയായിരിക്കായിരുന്നു മനസ്സിലായി. ഇവനിക്ക് എന്താ പറ്റി? ഇല്ലപ്പാ ഇരുന്നോ എന്ന് പറയായിരുന്നു. ആ മാം മാം ഞാൻ ക്യൂട്ടായിട്ടോ മാം. ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ മാം? മാരേജ് ചെയ്യണ എന്ന് കേൾക്കാറുണ്ട് ജാക്കോക്ക്. ജിമ്മിന് വായിക്കൈ വെച്ചായിരുന്നു. എന്തൊക്കെയാണ് വ്യൂവും കേൾക്കുന്നത് എന്ന് പറഞ്ഞു. രണ്ടുപേരും കണ്ണു പുറത്തായി രണ്ടുപേർക്ക്. ജാങ്കു കേൾക്കായിരുന്നു. അങ്ങനെ കേട്ടത് ഇല്ലപ്പാ എനിക്ക് മാരേജ് ആകാൻ പോകുന്നു. ഇപ്പം എനിക്ക് നോക്കിയിട്ടുള്ള കാര്യം പറയായിരുന്നു. ഇപ്പല്ലേ കുറച്ചൊന്നും കഴിഞ്ഞിട്ട് ഞങ്ങൾ മാരേജിലേക്ക് പോകാമെന്ന് പറയായിരുന്നു. ഇനി പറയായിരുന്നു മാം ഇല്ലപ്പാ നിങ്ങൾ 3 പേര് നിങ്ങൾ 3rd ഇയർക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് രണ്ടേക്ക് മാരേജ് ആകാൻ പോവാ എന്ന് പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാരേജ് കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഓ അങ്ങനെയാണ് മാം. അതെ എന്ന് പറയായിരുന്നു. ഇപ്പം 3 പേരെ വീട് ചേഞ്ച് ആയിരുന്നു. എനിക്കും അപ്പം മാരേജ് കഴിക്കാൻ പോകുന്നത് എന്ന് പറയായിരുന്നു. ഇതായിട്ട് മാം എന്ന് പറയായിരുന്നു. എന്താ മാം ഇവിടെ പുതിയ മാം വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ 3 പേര് ഇന്ത്യൻ ഗേൾസ് ആണോ എന്ന് കേൾക്കാറുന്നു. അതിപ്പാ ഞങ്ങൾ 3 പേര് ഇന്ത്യൻ ഗേൾസ് ആണ് മാം. നിങ്ങളെല്ലാം അങ്ങനെ അറിയായിരുന്നു. അതെ ഇത് ജങ്കുക്ക് പറയായിരുന്നു. മാം നിങ്ങൾ 3 പേര് ഇന്ത്യൻ ഗേൾസ് തന്നെ എനിക്കറിയാം. പ്രിൻസിപ്പൽ അവരോട് പറയായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് കേൾക്കായിരുന്നു. അങ്ങനെ ഒരു ക്ലാസ് എടുത്തായിരുന്നു. ഇപ്പം എല്ലാവരും ഫുള്ള് ക്യാമ്പ്റ്റിൽ വന്നിരുന്നു. അവരെല്ലാം കഴിക്കായിരുന്നു. 3 ഗേൾസ് വന്നു. 3 പേര് ഇരുന്ന് അവിടെ സംസാരിക്കായിരുന്നു. അവിടെ പ്രിൻസിപ്പൽ പ്രൊഫസറെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ജിന്ന് വന്നായിരുന്നു. ജിൻ വന്നാണ്. ഹായ് ഗേൾസ്. ഹായ് ജിൻ. ജിന്നിരുന്നു. ഹലോ നിങ്ങൾ എന്താ ചെയ്യുക? ജിന്ന് പറയായിരുന്നു. അതെ ജിന്ന് വരായിരുന്നു ക്ലാസ്. ജിന്ന് അവർ 3 സംസാരിക്കാറുണ്ട്. അത് സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിനായിട്ട് ജെ ഹോപ്പ് വന്നായിരുന്നു. അപ്പാ ടാഡ് സത്യം കിട്ടുന്നു. ജെ ഹോപ്പ് പറഞ്ഞ ഒരു ഡാൻസ് ടീച്ചറാണ്. ജെ ഹോപ്പ് വന്നായിരുന്നു. ഹായ് മച്ചാ എന്താ ചെയ്യുക? ഇല്ലടാ ടാഡായിരുന്നു. അങ്ങനെയായിട്ട് ജെ ഹോപ്പ് ഇരുന്ന് സംസാരിക്കായിരുന്നു. അവർ എന്നിട്ട് അവരെല്ലാം കഴിക്കായിരുന്നു. ജെ ഹോപ്പ് പറയായിരുന്നു ഞാൻ ഡാൻസ് ടീച്ചറും. അത് ജെ ഹോപ്പ് പറയായിരുന്നു. ഞാനൊരു കമ്പനി വെച്ചിട്ടാണ് ചെയ്യുക. ഞാൻ വന്ന് ഡാൻസ് ടീച്ചറായിട്ട് വരാം. എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ് എന്ന് പറയായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറയായിരുന്നു ജെ ഹോപ്പ്. അതെ ഞാനായിട്ട് പറയായിരുന്നു. എൻ്റെ ഫ്രണ്ട്. ആരാ ഫ്രണ്ട് പറയായിരുന്നു. ഈ കമ്പനീൻ്റെ ഓണറില്ലേ? ഓണറുണ്ട്. ഇത് ഷുഗറിൻ്റെ ഡാഡിൻ്റെ കോളേജാണെന്ന് പറയായിരുന്നു. ഷുഗ പറഞ്ഞു വീൻ്റെ ചേട്ടനാണ് ഷുഗ. ഷുഗ ചേട്ടനാണ്. അതുകൊണ്ട് അങ്ങനായിട്ട് ക്ലാസ്സിന് കാര്യമെല്ലാം പറയായിരുന്നു. അങ്ങനായിട്ട് ഇപ്പോൾ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. വീക്ക് ഹീറോയിന്മാരെ അട്രാക്സ് വരാൻ തുടങ്ങിയായിരുന്നു. വീക്കും ഹീറോയിനെ കണ്ട് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനായിട്ട് ഇപ്പോൾ ഫങ്ഷൻ ഷുഗർക്ക് മാരേജാണ്. ഷുഗറിൻ്റെ മാരേജൊക്കെ എല്ലാവരും വന്നായിരുന്നു. ഹീറോയിൻ മാരേജ് വന്നായിരുന്നു. കാരണം ഷുഗർക്ക് മാരേജ് നടന്നായിരുന്നു. ഭയങ്കര സമാധാനമായിരുന്നു. അപ്പോൾ ജിമ്മിന് പറയായിരുന്നു എൻ്റെ ചേട്ടർക്ക് മാരേജാ എന്നിട്ട് പറയുന്നത്. ജിന്ന് വന്നിട്ട് കാത് പിടിച്ച് തിരിഞ്ഞു ജിമ്മിൻ ചേട്ടാ വിടേ എന്ന് പറയായിരുന്നു. ജിമ്മിൻ വേറെ ഷാക്കായിരുന്നു. ജിന്നായിരുന്നു. എന്താടാ മാരേജാ ഇത് പറയുന്നു. ചേട്ടാക്ക് കണ്ണുകൊണ്ട് എനിക്കറിയൂ എന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ ഗേളായിരുന്നു. എന്താണ് അത് പറയണേ? അറിയൂ എനിക്ക് എന്ന് പറയായിരുന്നു. ജിന്നും മറട്ടായിരുന്നു. പോടാ എന്ന് പറയായിരുന്നു. മിനിന് മേലെ ലവാണ് എനിക്കറിയൂ ചേട്ടാ എന്ന് പറഞ്ഞു. ജിമ്മിന് മറട്ടായിരുന്നു. അങ്ങനായിട്ട് കുറച്ച് ഡേയ്സ് ജിന്നുക്കും മാരേജായി. അതെ ജിന്ന് പറഞ്ഞു ജിമ്മിൻ്റെ ചേട്ടൻ. ഷുഗ പറഞ്ഞു വീൻ്റെ ചേട്ടൻ. ജങ്കുക്കിൻ്റെ ചേട്ടൻ ആറമ്മാണ്. അതെ ആറം പറയായിരുന്നു. ആറമ്മിൻ്റെ വീട്ടിൽ ആറമ്മക്ക് ഇപ്പം മാരേജ് കഴിക്കുക പറയാം. ആറമ്മക്ക് ടെൻഷനായിരുന്നു. മോം എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ചങ്കൊക്കെ പറയായിരുന്നു. ചേട്ടൻ മാരേജ് കഴിഞ്ഞില്ലേ എനിക്ക് മാരേജ് കഴിക്കാൻ കഴിയോ എന്ന് പറയായിരുന്നു. ചങ്കൊക്കിന് മമ്മിയുടെ ആർക്ക് ഷാക്ക്. എന്താടാ പറയേണ്ടത്? എനിക്ക് മാരേജാ? അതെ ഡാഡി ഞാൻ സൈഡ് ലവ് ചെയ്യാം ഡാഡി. എനിക്ക് ലവ് ഉണ്ട്. ഈസ് മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കട്ടായിരുന്നു. ഫോട്ടോ ഒക്കെ ഷാക്കായിരുന്നു. ചങ്കൊക്കെ ഡാഡി എന്താടാ ഇതിൻ്റെ ടീച്ചറല്ലടാ ടീച്ചർ വല്ലതും ചെയ്യുക വിട്ട് ഡാഡി അല്ലാറുന്നേ എന്ന് പറഞ്ഞ ചങ്കൊക്കെ ഒറ്റ ഓട്ടം കൂടി പോയി. ആറം കേൾക്കായിരുന്നു ടീച്ചറാ എന്ന്. അതെ ആറം ഷോക്കായി കേൾക്കായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പം
അതിനായിട്ട് അങ്ങനെ വീക്ക് ഹീറോ മേലെ ഇൻട്രസ്റ്റ് വരായിരുന്നു. ഹീറോയ്ക്ക് ഒരു കോൾ വന്നായിരുന്നു. ഹലോ എന്താ, ശരി ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ട് ഹീറോയ്ക്ക് അവിടെ വീട്ടിൽ കോൾ വന്നായിരുന്നു. അങ്ങനായിട്ട് വീക്ക് കുറച്ച് ഡൗട്ട് വരായിരുന്നു. ഹീറോ എന്ത് ശ്രദ്ധിക്കാനും വീക്ക് ഒന്നും മനസ്സിലായില്ല. അവിടെ ഒരു ടീച്ചർ പോയിരുന്നു. ടീച്ചർ പിടിച്ച് വെച്ചായിരുന്നു. ടീച്ചർ കേൾക്കായിരുന്നു. ടീച്ചർ അവർ എന്ത് ശ്രദ്ധിക്കുക, എനിക്കും കൂടെ അറിയില്ല അവ എന്ത് ലാംഗ്വേജ് പറയാ എന്ന് പറയില്ല. അത് വീക്കും ടെൻഷനായിരുന്നു. വീക്കും ഒന്നും മനസ്സിലായില്ല. ആയിട്ട് ഹീറോയിൽ പോയിട്ട് ഫ്രണ്ട്സോട് സംസാരിക്കുക. അവിടെ ഒരു ജിന്ന് പറയായിരുന്നു. എന്താ പറ്റി? ഇല്ല എനിക്ക് ഇന്ത്യക്ക് പോകണു. എനിക്ക് എൻഗേജ്മെൻറ്റ് നടക്കാൻ പോവാ എന്നെ ജിന്നോട് പറയായിരുന്നു. ശരി ഓക്കെ എന്നെ പറയായിരുന്നു. ജിമ്മിന് വന്ന് ജങ്കുക്ക് വന്ന് ജിന്നിന് പിടിച്ചായിരുന്നു. എന്താ പറ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് മറട്ടായിരുന്നു. ജിന്ന് പറയായിരുന്നു മൊത്തം അവൾക്ക് എൻഗേജ്മെൻറ്റ് എന്ന് പറയാം. വീക്ക് ഷാക്കായിരുന്നു. ഈ എൻഗേജ്മെൻറ്റാ എന്ന് പറഞ്ഞ വീട്ടിൽ റിയാക്ഷൻ ചേഞ്ച് ആയിരുന്നു. അതെ എൻഗേജ്മെൻ്റ് ആണ് പറയായിരുന്നു. വീക്ക് ഒരുപാട് സാഡായിരുന്നു. എൻഗേജ്മെൻറ്റോ എന്ന് പറഞ്ഞു വീക്ക് സാഡായിരുന്നു. ഫോളോ ചെയ്ത് ഇങ്ങനെ ഹീറോ ഏത് നാട്ടിൽ പോകുന്നതിന് ആരായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്ത ഹീറോയിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സിൻ്റെ 2 പേര് ജിന്നു പറയായിരുന്നു ഞാനും കൂടെ പോവാ. ജിന്നോട് പറയായിരുന്നു എവിടേക്ക് പോകുന്നത് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറയുന്നു. അപ്പോൾ ജിൻ പറയാം ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ട് ജിൻ പറയായിരുന്നു എൻ്റെ കൂടെ അവർ വരും സ്റ്റുഡൻസ് 3 പേര്. അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ 3 പേര് വിയും ജങ്കുക്കും ജിമിൻ 3 പേര് ഹീറോയ്ക്ക് ഇന്ത്യക്ക് പോയായിരുന്നു. ഇന്ത്യക്ക് പോയിട്ട് നോക്കാം. ഹീറോയ്ക്ക് വീണ്ടും ഷോക്കായിരുന്നു. അയ്യോ ഇവൻ കൂടെ മാരേജ് വീണ്ടും എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഇല്ല എങ്ങനെയായിട്ട് എൻഗേജ്മെൻ്റ് ആയിരുന്നു. അങ്ങനായിട്ട് ജോണി പറയായിരുന്നു ഞാൻ എൻ്റെ മാരേജ് കഴിക്കും എന്ന് പറഞ്ഞു. ഹീറോ പൂജയുടെ മാരട്ടി പോയായിരുന്നു. പൂജക്ക് ടെൻഷനായി. മാരേജിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പൂജ പ്ലാൻ ചെയ്യാൻ നോക്കായിരുന്നു. പൂജക്ക് എന്ത് ചെയ്യാൻ അറിയില്ലായിരുന്നു. ജിൻ കേൾക്കായിരുന്നു എന്ത് പറ്റി. ജിന്നോട് മൊത്തം കാര്യം പറയാനോ. ജിന്നൊരു ഫ്രണ്ട് മാറി എല്ലാ കാര്യം പറഞ്ഞു. ശരി ഓക്കെ മാരേജ് അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോ കോളേജിൽ വന്നായിരുന്നു. ഇപ്പോൾ ഡേയ്സ് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഹീറോ ഇന്ത്യക്ക് വന്നായിരുന്നു. ഹീറോയ്ക്ക് മാരേജ് ഇപ്പോൾ ടെൻഷനായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാൻ മാരേജൊക്കെ ഹീറോ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. വീക്ക് ഒരുപാട് സാഡായി. വീക്ക് അറിയായിരുന്നു എങ്ങനെ മാരേജ് സ്റ്റോപ്പ് ചെയ്യാം.